ഹായ് ഓൾ, ഐപ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെറ്റ് സൈക്കോളജിയുടെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഇതിന്റെ പ്രീവിയസ് പാർട്സ് ഒന്ന് വിസിറ്റ് ചെയ്യുക, ചെക്ക് ഇറ്റ് ഔട്ട് ആൻഡ് ദെൻ കം ടു ദിസ് വീഡിയോ. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ടുഡേസ് വീഡിയോ. Okay. The first question that we will be discussing today is, which principle of research ethics emphasizes the importance of disclosing the true nature of the study to participants after their participation? So the options include debriefing, informed consent, justification of deception, right to withdraw. Illathe edayirikkum correct answer. Edu research ethic aanu ആ ഒരു പെർട്ടിക്കുലർ സ്റ്റഡിയുടെ ട്രൂ നേച്ചർ ആഫ്റ്റർ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിന് ശേഷം പറയുന്ന പ്രിൻസിപ്പിൾ ഏതാണ് എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. സോ ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ദി കറക്റ്റ് ആൻസർ ഇസ് ഡീബ്രീഫിംഗ്. എന്തുകൊണ്ടാണ് ഡീബ്രീഫിംഗ് വന്നത് നമുക്ക് നോക്കാം. So informed consent എന്ന് പറയുന്നത് ഡിസ്ക്ലോഷർ ഓഫ് ദി സ്റ്റഡി ഡീറ്റെയിൽസ് ബിഫോർ പാർട്ടിസിപ്പേഷൻ ആണ്. അപ്പോൾ അതൊരു പെർട്ടിക്കുലർ ഷീറ്റ് ആണ് വെരിൻ ദി ക്ലയൻസ് whoever is involved in that particular study gives a consent form. അതൊരു ഇൻഫോംഡ്, the word itself says informed consent. അതിന്റെ ഇംപ്ലിക്കേഷൻസ് എന്താ, കോൺസിക്വൻസസ് എന്താ, എന്തുകൊണ്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റഡി ചെയ്യുന്നതിനെ പറ്റി ഒരു ഐഡിയ ക്ലയന്റ് നേരത്തെ തന്നെ കൊടുത്തിട്ട് അതിന് ശേഷം ഉണ്ടാവുന്ന പാർട്ടിസിപ്പേഷൻ ആണ്. ആ ഒരു പെർട്ടിക്കുലർ പ്രിൻസിപ്പിളിനെയാണ് ഇൻഫോംഡ് കൺസെന്റ് എന്ന് പറയുന്നത്. Justification of deception എന്ന് പറയുന്നത് the entire idea where the researcher must justify to the ethics committee if the deception is used. ആ ഒരു പെർട്ടിക്കുലർ പ്രിൻസിപ്പിളിനെയാണ് justification of deception എന്ന് പറയുന്നത്. റൈറ്റ് ടു വിഡ്രോ എന്ന് പറയുന്നത് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ് അല്ലെ. മിക്ക റിസർച്ച് സ്റ്റഡീസിലും വളരെ ഇമ്പോർട്ടൻറ്റ്, എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു സൈക്കോളജിക്കൽ സ്റ്റഡീസിൽ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എത്തിക്കാണ്. വെരിൻ പാർട്ടിസിപ്പൻസ് ക്യാൻ ക്വിറ്റ് അറ്റ് എനി പോയിന്റ് ഓഫ് ദി ടൈം. എന്തൊരു പെർട്ടിക്കുലർ സ്റ്റേറ്റിൽ അവർ ഡിസ്കംഫർട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ സ്റ്റഡിയിൽ നിന്ന് വിഡ്രോ ചെയ്യാനുള്ള ഒരു റൈറ്റിനെയാണ് റൈറ്റ് ടു വിഡ്രോ എന്ന് പറയുന്നത്. ഡീബ്രീഫിംഗ് എന്ന് പറയുന്നത് this is the answer here. It happens after the study is complete. അപ്പോൾ ചില സ്റ്റഡീസിന്റെ എഫക്ട് മനസ്സിലാക്കാൻ വേണ്ടി, പെർട്ടിക്കുലർലി നമ്മൾ ഈ ബ്ലൂമിംഗ് സ്റ്റഡി ബ്ലൂമേഴ്സ് സ്റ്റഡി എന്ന സ്റ്റഡി കേട്ടിട്ടുണ്ടാവുമായിരിക്കും അല്ലെ. വെരിൻ വിച്ച് വാസ് ഡൺ റോസൻതാൽ, he was a researcher of it who wanted to study സെൽഫ് ഫുൾഫില്ലിംഗ് പ്രൊഫസിയുടെ എഫക്ട്. അപ്പൊ ആ ഒരു പെർട്ടിക്കുലർ സ്റ്റഡിയിൽ സെൽഫ് ഫുൾഫില്ലിംഗ് പ്രൊഫസി ആണ് മെഷർ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടേ ഇല്ല. അതായത് IQ is being measured through a particular test, and then ഈ IQ ടെസ്റ്റിന് ശേഷം participants, teachers, especially with this particular study was done in a very school environment, and then teachers were told that a specific set of students who scored a particular IQ ടെസ്റ്റിൽ more than a particular level അവർ ബ്ലൂം ചെയ്യും എന്നാ പറയുന്നത്. വേർഡ് യൂസസ് ബ്ലൂം എന്നുള്ള വേർഡാണ്. സോ അവർ ഫ്ലറിഷ് ചെയ്യും അവരുടെ സ്റ്റഡീസിൽ ആഫ്റ്റർ സം ടൈം എന്നുള്ളൊരു ഐഡിയ ആണ് കൊടുത്തത്. ആൻഡ് ദെൻ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു സ്റ്റഡി നടത്തിയപ്പോൾ what happened is they actually did bloom. എന്താണ് അവിടെ സംഭവിച്ചത്? അവിടെ ഒരു IQ അല്ല അവിടെ സംഭവിച്ചത്. IQവിന്റെ ഒരു ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ ഒരു ഡിഫറൻസിയേഷൻ അല്ല സംഭവിച്ചത്. But rather those who bloomed, ആരൊക്കെയാണോ വളരെ നന്നായിട്ട് അക്കാഡമിക്കലി പെർഫോം ചെയ്തത് അവർക്ക് കുറച്ചും കൂടെ പറഞ്ഞ ടീച്ചേഴ്സിൽ നിന്നൊരു ഒരു പെർട്ടിക്കുലർ കൺസിഡറേഷൻ കിട്ടിയിരുന്നു. ബിക്കോസ് സിൻസ് they were informed that, since the teachers believed that these people would bloom, teachers gave certain set of resources that they didn't give to the other set of people. So ആ ഒരു പെർട്ടിക്കുലർ സ്റ്റഡി measured something called the self fulfilling prophecy. അവിടെ ഒരിക്കലും സ്റ്റഡി എന്തിനാ നടത്തിയത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സ്റ്റഡി നടത്തിയതിനു ശേഷമാണ് പറഞ്ഞത്. ആ ഒരു പെർട്ടിക്കുലർ പ്രിൻസിപ്പിളിനെയാണ് ഡീബ്രീഫിംഗ്. ഓക്കെ, സോ പാർട്ടിസിപ്പൻസ് ആർ ഓൺലി ടോൾഡ് ദി ട്രൂ പർപ്പസ്, പ്രൊസീജിയേഴ്സ് ആൻഡ് റീസൺസ് ഫോർ ഡിസെപ്ഷൻ ടു റീസ്റ്റോർ honesty and reduce harm after the entire study is completed. Okay, I hope it's clear. The next question is, a conflict in which most beneficial action of an individual will, if chosen by most of the people, have harmful effects on everyone is called social conflict, social dilemmas, that tit for tat strategy, integrative solution. ഇല്ലാത്ത ഏതായിരിക്കും കറക്റ്റ് ആൻസർ? The correct answer is social dilemma. ഇത് എന്തുകൊണ്ടാണ് നമുക്ക് നോക്കാം. So social dilemma എന്ന് പറയുന്ന സിറ്റുവേഷൻ is actually when ഒരു confusion stage. The word dilemma itself says some എന്താ പറയാ two different ഓപ്ഷൻസിൽ ട്രാപ്ഡ് ആയി നിൽക്കുന്ന ഒരു സാഹചര്യത്തിനെയാണ് ഡിലമ എന്ന് പറയുന്നത്. ഓക്കെ, ഈച്ച് ഓഫ് ദി ഓപ്ഷൻ ഹാസ് ഇറ്റ്സ് ഓൺ ഗെയിൻസ് ആസ് വെൽ ആസ് ലോസസ്. അതുകൊണ്ടാണ് ഈ ഒരു സിറ്റുവേഷനെ ഡിലമ എന്ന് പറയുന്നത്. സോ സോഷ്യൽ ഡിലമ എന്ന് പറയുന്നത് വെൻ എൻ ഇൻഡിവിജ്വൽ, ഇപ്പൊ നമ്മുടെ ഈ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ നമ്മുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന കാര്യമാണ്. നമ്മൾ whenever there's a conflict between what we want and what others want,
ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ ആണ് സോഷ്യൽ ഡിലമ എന്ന് പറയുന്നത്. ലെറ്റ്സ് സേ ഫോർ എക്സാമ്പിൾ, ആൻഡ് ദിസ് ഇസ് മോർ ഓഫൻ സീൻ ഇൻ എ ലോട്ട് ഓഫ് ഡെവലപ്മെന്റൽ സ്റ്റേജസ്, എസ്പെഷ്യലി ഡ്യൂറിങ് ദി അഡോളസൻസ് ടൈമിലൊക്കെ നമുക്ക് കാണാം. ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഇൻഡിപെൻഡൻസ്, ഒത്തന്റിസിറ്റി, ലോട്ട് ഓഫ് ഫ്രീഡം ഫോർ പേഴ്സണൽ തോട്ട് ഒക്കെ വളരെയധികം ഡെവലപ്പ് ആവുന്ന ഒരു സാഹചര്യം ആണല്ലേ, ബിക്കോസ് ഓഫ് ദി അബ്സ്ട്രാക്ട് ലെവൽ തിങ്കിങ്. സോ അതുകൊണ്ട് ആ ഒരു സമയത്ത് ദി ഇൻഡിവിജ്വൽ ഹാവ് എ പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് ഡിലമ ബിറ്റ്വീൻ വാട്ട് ദേ who they are in search of their identity, exploration and all. At the same time, cultural norms puts a lot of expectation on them. So there's a dilemma whether to do what your true interest is, authenticity is, or whether to do what is being expected out of you. So that particular position neയാണ് social dilemma എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു സമയത്ത് എന്ത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ, in such situations കാണപ്പെടുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സെൽഫ് ഇൻട്രസ്റ്റിലാണ് നമ്മൾ ആക്ട് ഔട്ട് ചെയ്യുന്നെങ്കിൽ ഇറ്റ് ലീഡ്സ് ടു ദി വേഴ്സ് ഔട്ട്കം ഫോർ ദി ഗ്രൂപ്പ്, ആൻഡ് അൾട്ടിമേറ്റ്ലി ആ ഒരു വേഴ്സ് ഔട്ട്കം ആ ഇൻഡിവിജ്വലിലേക്ക് എത്തും എന്നുള്ള ഐഡിയനെയാണ് സോഷ്യൽ ഡിലമ എന്ന് പറയുന്നത്. സോ വൺ ഓഫ് ദി ടൈപ്സ് ഓഫ് സോഷ്യൽ ഡിലമ ട്രാജഡി ഓഫ് ദി കോമൺസ്. അപ്പം ഫോർ എക്സാമ്പിൾ, എവ്രിവൺ ഒരു ഷെയർഡ് റിസോഴ്സസ്, ലെറ്റ്സ് സേ വാട്ടർ അല്ലെങ്കിൽ ഗ്രാസിംഗ് ഫീൽഡ്, എന്തെങ്കിലും അങ്ങനത്തെ ഒരു ഷെയർഡ് ആയിട്ടുള്ള ഒരു റിസോഴ്സ് പേഴ്സണൽ ബെനിഫിറ്റിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ് ഇസ് ദ റിസോഴ്സ് പതിയെ പതിയെ ഇല്ലാണ്ടാവുകയും അത് എല്ലാവരെയും എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമായി മാറി, ഇവൻച്വലി നമ്മളെ തന്നെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമായി മാറുന്ന ഒരു ഐഡിയനെയാണ് സോഷ്യൽ ഡിലമ എന്ന് പറയുന്നത്. സോഷ്യൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ബ്രോഡർ ടേം ആണ്. അതിനൊരു പെർട്ടിക്കുലർലി ഇങ്ങനെ ഒരു ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റും കളക്ടിവിസ്റ്റിക് ഇൻട്രസ്റ്റും തമ്മിൽ രണ്ട് ഡിഫറെന്റ് ഐഡിയാസ് ഉണ്ടെന്ന് പറയുന്ന ഒരു ഐഡിയ അല്ല. ആ ഒരു കൺഫ്യൂഷനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു ഐഡിയ അല്ല സോഷ്യൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ടിറ്റ് ഫോർ ടാറ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഗെയിം തിയറീസിലൊക്കെ കാണുന്ന ഒരു ഐഡിയ ആണ്. വേറെ അതിനകത്ത് എസ്പെഷ്യലി ഇങ്ങനെ പ്രിസണേഴ്സ് ഡിലമ ഒന്ന് വായിച്ചു നോക്കുക. പ്രിസണേഴ്സ് ഡിലമയിലൊക്കെ കാണുന്ന ഒരു പെർട്ടിക്കുലർ ഐഡിയ ആണ് ടിറ്റ് ഫോർ ടാറ്റ് സ്ട്രാറ്റജി. അപ്പം എന്താണോ ഇനീഷ്യലി ഇതിലിപ്പോ ടു ഡിഫറെന്റ് പാർട്ടീസ് ഇൻവോൾവ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ദി ഫസ്റ്റ് ഇൻഡിവിജ്വൽ സ്റ്റാർട്ട്സ് ടു കോപ്പറേറ്റ് or do something, okay, which involves cooperation, then ആ ഒരു പെർട്ടിക്കുലർ ബിഹേവിയർ അടുത്ത ആൾ കാണിക്കുന്ന ഒരു പെർട്ടിക്കുലർ സ്ട്രാറ്റജിനെയാണ് ടിറ്റ് ഫോർ ടാറ്റ്. എന്താണോ ഞാൻ ചെയ്യുന്നത് മറ്റേ ആൾ അതുപോലെ തന്നെ ചെയ്യുന്നു. ഓക്കെ, ഇപ്പൊ ഞാൻ മറ്റൊരാളെ ഡിഫീറ്റ് ചെയ്യാൻ നോക്കുന്നെങ്കിൽ ആ ആൾ തിരിച്ച് എന്നെ ഡിഫീറ്റ് ചെയ്യാൻ തന്നെ ശ്രമിക്കുന്നു. ഓക്കെ, സോ അതിനെ ഒരു കോൺഫ്ലിക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, ബട്ട് അതൊരു സ്ട്രാറ്റജിയാണ് ലോട്ട് ഓഫ് ഡിഫറെന്റ് ഇഷ്യൂസ് ഓഫ് അവർ ലൈഫ്. പിന്നെ ഇന്റഗ്രേറ്റീവ് സൊല്യൂഷൻ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ചും കൂടെ റീസണബിൾ ആയിട്ടുള്ള അപ്രോച്ച് ആണ്, വേറെ ബോത്ത് സൈഡ്സിൽ ഒരു വിൻ ഔട്ട്കം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു പെർട്ടിക്കുലർ സൊല്യൂഷൻ ആണ് ഇന്റഗ്രേറ്റീവ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ഇറ്റ്സ് അബൌട്ട് സോൾവിംഗ് ദ കോൺഫ്ലിക്ട്സ് rather than describing them. That is called integrative solution. The next question is match list 1 and 2. So some options are given which include semantics, morpheme, pragmatics and syntax. Idinte korchu definitions apparthu thannittund, which includes function of language and social intercourse, the rules that specify how words are arranged to yield grammatically acceptable sentences, a minimal unit of speech used in language to code a specific meaning, and a study of meaning. Appo idennu match cheyyid nokkike endayirikkum the correct answer. The correct answer is option 3, which include A എന്ന് പറയുന്നത് സിമാന്റിക്സ് എന്ന് പറയുന്ന സ്റ്റഡി ഓഫ് മീനിങ് ആണല്ലേ. അതുപോലെ തന്നെ ബി എന്ന് പറയുന്നത് മോർഫീം ലീസ്റ്റ് പോസിബിൾ അല്ലെങ്കിൽ ഏറ്റവും മിനിമൽ ആയിട്ടുള്ള മീനിങ് ഫുൾ യൂണിറ്റിനെയാണ് ഇൻ ലാംഗ്വേജസ് കോൾഡ് മോർഫീം. പ്രഗ്മാറ്റിക്സ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് ലാംഗ്വേജ് ആണ്, അതിനെയാണ് പ്രഗ്മാറ്റിക്സ് എന്ന് പറയുന്നത്. സിൻടാക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാമർ ആണ്, അല്ലെങ്കിൽ എന്തൊക്കെ റൂൾസ് പ്രകാരമാണോ നമുക്കൊരു പെർട്ടിക്കുലർലി മീനിങ്ഫുൾ സെന്റൻസ് ഈൽഡ് ചെയ്യാൻ പറ്റുക ആ ഒരു പെർട്ടിക്കുലർ ആട്രിബ്യൂട്ട് ഓഫ് ലാംഗ്വേജിനെ നമുക്ക് സിൻടാക്സ് എന്ന് വിളിക്കാം. The next question is, the thematic apperception test is based on which of the following theories? So Atkinson theory of achievement motivation ഉണ്ട്, Murray's theory of needs ഉണ്ട്, Maslow's theory of needs ഉണ്ട്, Veklen's theory of needs ഉണ്ട്. ഇതിൽ ഏതായിരുന്നു കറക്റ്റ് ആൻസർ? The correct answer is Murray's theory of needs. Okay, so let's move into a little bit detail about what Murray's theory of needs are and why the other options are not correct. TAT എന്ന് പറയുന്ന thematic perception test is a projective test, meaning to say ഒരു particularly concrete ആയിട്ടുള്ള ആൻസർ yield ചെയ്യുന്ന ഒരു സ്റ്റിമുലായി അല്ല കാണിക്കുന്നത്, ബട്ട് rather വളരെ ambiguous ആയിട്ടുള്ള വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള സ്റ്റിമുലായി ആണ് കൊടുക്കുന്നത്.
ഓക്കെ, ആ സ്റ്റിമുലൈ എന്ന് പറയുന്നത് കാർഡ്സ് ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ കാർഡ്സിന്റെ മീനിങ് ഇന്റർപ്രിറ്റ് ചെയ്യുക എന്നുള്ള ഐഡിയ ആണ് തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റിന്റെ മേജർ ആയിട്ടുള്ള ഒരു പ്രെമിസസ് എന്ന് പറയുന്നത്. ഹെൻറി എ മൊറയും ക്രിസ്ത്യാനോ മോർഗനും കൂടെ ഡെവലപ്പ് ചെയ്ത ഒരു പെർട്ടിക്കുലർ ടെസ്റ്റ് ആണ്. ഇൻ ദിസ് ടെസ്റ്റിൽ ആസ് എ സെറ്റ് എക്സാമിനി അല്ലെങ്കിൽ പാർട്ടിസിപ്പന്റിന് കുറച്ച് ആംബിഗ്വസ് മീനിങ് ഉള്ള സ്റ്റിപ്പ് പിക്ചേഴ്സ് കൊടുക്കുന്നു. ആൻഡ് ദെൻ ദേ ആർ ആസ്ക്ഡ് ടു ടെൽ എ സ്റ്റോറി. ഒരു പെർട്ടിക്കുലർ പിക്ചറിൽ ഇപ്പൊ 2 ഇൻഡിവിജ്വൽസ് ഉള്ള ഒരു പിക്ചർ ആയിരിക്കാം. എസ്പെഷ്യലി TATയുടെ ഒരു ചിൽഡ്രൻ വേർഷനിലേക്ക് വരുമ്പോൾ അതിനെ പറയുന്നത് CAT എന്നാണ്. ഓക്കെ, ചിൽഡ്രൻ അപ്പർസെപ്ഷൻ ടെസ്റ്റ്. കൂടുതലും CAT ടെസ്റ്റുകളിൽ കാണപ്പെടുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ the cards include animals because it is a lot of researchers have proven that children are much more able to connect with animals and give lot more ideas, or we can reveal lot of personality traits by showing such cards എന്നുള്ള ഒരു ഐഡിയ ആണ്. അഡൾട്ട്സിനുള്ള പെർട്ടിക്കുലർ ടെസ്റ്റ് ആണ് TAT. TATയിൽ യൂഷ്വലി ദി എക്സാമിനി ദേ ഹാവ് ടു ടെൽ എ സ്റ്റോറി. ആ കാർഡിൽ കാണിച്ചിരിക്കുന്ന പിക്ചറിന്റെ എന്തായിരുന്നു അതിന് മുൻപ് നടന്നിരുന്നത്. ഇപ്പം ഒരു വയലിൻ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെർട്ടിക്കുലർ പിക്ചർ ആണെന്നുണ്ടെങ്കിൽ റൈറ്റ് നൗ ഹി മൈറ്റ് ബി റീഡിംഗ് വയലിൻ ആണെന്നുണ്ടെങ്കിൽ ബിഫോർ ദാറ്റ് വാട്ട് ഹാപ്പൻ ആൻഡ് ആഫ്റ്റർ ദാറ്റ് വാട്ട് ഹാപ്പൻസ് ആൻഡ് വാട്ട് ആർ ദി ക്യാരക്ടേഴ്സ് ഫീലിംഗ് ഓർ തിങ്കിങ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ കാർഡ്സ് എന്നും ചോദിക്കും. ആൻഡ് through TAT we are understanding the needs press of that particular individual. Needs എന്ന് പറയുന്നത് ഒരു എൻഡ്യൂറിംഗ് ടെൻഡൻസിയാണ്. നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു സർട്ടൻ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എൻഡ്യൂറിംഗ് ടെൻഡൻസിനെയാണ് നീഡ്സ് എന്ന് പറയുന്നത്. കുറേ ഡിഫറെന്റ് നീഡ്സ് മോർഗൻ ഹാസ് അണ്ടർസ്റ്റുഡ്. I mean Murray has understood. Please check it out. What are the different types of needs? Some of the examples include need for achievement, need for affiliation, need for power, need for autonomy, need for dominance, need for succurrence. A lot of different theories needs are there. Please do check it out. അതുപോലെ തന്നെ നീഡ്സ് പോലെ തന്നെയുള്ള സാധനമാണ് പ്രസ്. പ്രസ് എന്ന് പറയുന്നത് എൻവയറമെന്റൽ ഫോഴ്സസ് ആണ്. നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ ഉള്ളിൽ നിന്നുള്ളതിനെ കാട്ടി നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ വിച്ച് ഫോഴ്സസ് അസ് വിച്ച് ഐദർ ഫെസിലിറ്റേറ്റ്സ് ഓർ ഹിൻഡേഴ്സ് ആർ നീഡ്സ്, അതിനെയാണ് പ്രസ് എന്ന് പറയുന്നത്. ആൻഡ് അഗൈൻ പ്രസ്സിന് തന്നെ 2 ഡിഫറെന്റ് കാര്യങ്ങളുണ്ട്. ഒന്ന് ആൽഫ പ്രസ്സും ബീറ്റ പ്രസ്സും. സോ ആൽഫ പ്രസ്, ലെറ്റ്സ് സേ യുവർ നീഡ് ഇസ് ടു അച്ചീവ് good marks in a particular test. ഓക്കെ, പക്ഷെ ആ ഒരു പെർട്ടിക്കുലർ ടെസ്റ്റ് ഒബ്ജക്റ്റീവ്ലി ഡിഫിക്കൽട്ട് ആണ്. എല്ലാവർക്കും അത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടെസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളെ ആ ഒരു നീഡ് ഓഫ് അച്ചീവ്മെന്റിലേക്ക് എത്തിക്കാൻ ഉള്ള സാധ്യത വളരെ കുറവായിരിക്കുമല്ലോ. അപ്പൊ ആ ഒരു സമയത്തുണ്ടാവുന്ന പ്രസ്സിനെയാണ് വളരെ ഒബ്ജക്റ്റീവായിട്ട് എല്ലാവർക്കും ഒരേപോലെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടെസ്റ്റിനെ നമുക്ക് ഒബ്ജക്റ്റീവ് ക്വാളിറ്റീസ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ സിറ്റുവേഷൻ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ആൽഫ പ്രസ് എന്ന് വിളിക്കാം. അതേ സമയത്ത് നമ്മുടെ ഉള്ളിൽ ഒരു തോന്നൽ ഉണ്ടാവുകയാണ് ദാറ്റ് ആ ഒരു ടീച്ചർ എന്നോട് മാത്രം എനിക്ക് മാത്രം ഒരു വളരെ ഹാർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു, അല്ലെങ്കിൽ ടു മീ ദി ട്രീറ്റ്മെന്റ് വാസ് അൺഫെയർ എന്ന് അങ്ങനെ തോന്നുന്ന ഒരു പെർട്ടിക്കുലർ പെർസീവ്ഡ് അല്ലെങ്കിൽ സബ്ജക്റ്റീവ് ക്വാളിറ്റീസ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ പ്രസ്സിനെ ആണ് നമ്മൾ എംഫസിസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ബീറ്റ പ്രസ് എന്ന് വിളിക്കുകയും ചെയ്യാം. സോ ദർ ആർ 2 kinds of press, alpha press and beta press. Again, തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് ആണ്. അപ്പർസെപ്ഷൻ ആ വേർഡ് ഉപയോഗിച്ചിരിക്കുന്നതിന്റെ കാരണം തന്നെ നമ്മൾ വളരെ ആംബിഗ്യസ് ആയിട്ടുള്ള സ്റ്റിമുലൈ കൊടുക്കുന്നതുകൊണ്ട് തന്നെ നീഡ്സിന്റെയും പ്രസ്സിന്റെയും ഒരു ഇന്നർ ലൈഫ്, നമ്മുടെ ഉള്ളിലുള്ള ഇന്നർ സൈക്കിയാണ് ആക്ച്വലി പ്രൊജക്റ്റഡ് ആവുന്ന ആ ഒരു പെർട്ടിക്കുലർ കാർഡിലേക്ക്. അതുകൊണ്ടാണ് ഇതിനെ അപ്പർസെപ്ഷൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. തീമ എന്ന് പറയുന്ന വേറൊരു കോൺസെപ്റ്റും കൂടെ മനസ്സിലാക്കിയിരിക്കുക. തീമ എന്ന് പറയുന്നത് റിക്കറന്റ് ആയിട്ടുള്ള നീഡ് പ്രസ് കണക്ഷൻസ് ആണ്. ഇപ്പം ഒരു ഇൻഡിവിജ്വൽ ഹു ഹാസ് വെരി ലോൺലി അല്ലെങ്കിൽ വളരെ നീഡ് ഫോർ അഫിലിയേഷൻ ഒട്ടും സാറ്റിസ്ഫൈഡ് ആവാത്ത ഒരു പെർട്ടിക്കുലർ ഇൻഡിവിജ്വൽ ആണെന്നുണ്ടെങ്കിൽ വാട്ട് വി ക്യാൻ സീ ഇസ് ത്രൂ ഔട്ട് ലോട്ട് ഓഫ് ഡിഫറെന്റ് കാർഡ്സ് യു ക്യാൻ സീ ഈ ഒരു പെർട്ടിക്കുലർ നീഡ് ആൻഡ് പ്രസ് പാറ്റേൺ ഫോളോഡ് ആണ് എന്നുള്ളൊരു കാര്യമായിരിക്കും നമുക്ക് കാണാൻ പറ്റും. മിക്ക കാർഡ്സിലും ഒരു നീഡ് ഫോർ അഫെക്ഷൻ, കെയർ ഒക്കെ നമുക്ക് ഒരു റെസ്പോൺസസിൽ നിന്ന് കാണാൻ പറ്റും. അതുകൊണ്ടാണ് നമുക്ക് തീമ എന്നുള്ള ഒരു പെർട്ടിക്കുലർ കോൺസ്ട്രക്റ്റ് അങ്ങനെ ഡെവലപ്പ് ആവുന്നത്. Actually what is happening, we are looking for story prompts. We are asking the client to tell what led up to that particular situation, what is happening right now, what is the outcome of that particular situation. ഇതൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. എന്നിട്ട് ആ ഒരു പെർട്ടിക്കുലർ കണ്ടന്റിൽ നിന്ന് ആണ് നമ്മൾ സ്റ്റോറിയും പ്രസ്സും നീഡ്സും ഔട്ട്കംസും ഒക്കെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. എന്തെങ്കിലും ഡിഫൻസസിലോ അല്ലെങ്കിൽ ഡൈനമിക്സിലോ ഇൻഡിവിജ്വൽ ഇൻവോൾവ് ആണോ, എങ്ങനെയാണിത് ഓർഗനൈസ് ചെയ്തിരിക്കുന്ന ഇൻഫർമേഷൻ, കൊഹറന്റ് ആണോ, കോംപ്ലക്സ് ആണോ, അതിന്റെ ടോൺ ഓഫ് എഫക്ട് എന്താ, ഇതൊക്കെ ബേസ് ചെയ്താണ് സ്കോറിംഗ് നടക്കുന്നത്. അറ്റ്കിൻസൺ തിയറി ഓഫ് അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് അച്ചീവ്മെന്റ് മോട്ടിവേഷൻ ഇസ് ആക്ച്വലി തിയറി, മോട്ടിവേഷണൽ തിയറിയാണ് വിച്ച് ടോക്സ് അബൌട്ട് അച്ചീവ്മെന്റ് ബിഹേവിയർ. അപ്പം ദി റൈറ്റ് നമുക്കൊരു കാര്യം അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റൈറ്റ് ബാലൻസ് ആണ് ബിറ്റ്വീൻ ദി മോട്ടീവ് ടു സക്സീഡ് ആൻഡ് മോട്ടീവ് ടു അവോയ്ഡ് ഫെയിലിയർ. ആ ഒരു ബാലൻസ്
പിടിക്കുമ്പോഴാണ് അച്ചീവ്മെന്റ് ഉണ്ടാവുന്നത് എന്നാണ് അറ്റ്കിൻസൺ തിയറി ഓഫ് അച്ചീവ്മെന്റ് മോട്ടിവേഷൻ പറയുന്നത്. ആൻഡ് ടു ഫൈൻഡ് ദാറ്റ് ബാലൻസ് ദെയർ ആർ 2 ഡിഫറെന്റ് ഫാക്ടേഴ്സ് ഇൻവോൾവ്. ആ ഒരു പെർട്ടിക്കുലർ ടാസ്കിന്റെ ഡിഫിക്കൽട്ടി ആസ് വെൽ ആസ് ആ ടാസ്ക് എത്രത്തോളം നമുക്ക് ഇമ്പോർട്ടന്റ് ആണെങ്കിൽ സിഗ്നിഫിക്കന്റ് ആണ്, അതിന്റെ ഇൻസെന്റീവ് വാല്യൂ എന്ന് പറയും. സോ to achieve something, to achievement behavior, our goal directed behavior എന്ന് പറയുന്നത് is based on tendency to achieve as well as the tendency to avoid. അതിന്റെ ഫോർമുലാസ് ആണ് ഏറ്റവും റൈറ്റ് മോസ്റ്റ് കോളത്തിൽ കാണിച്ചിരിക്കുന്നത്. ഗോ ത്രൂ ഇറ്റ്. അതേസമയത്ത് മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്ന പോലെ എബ്രഹാം മാസ്ലോയുടെ ഒരു ഹ്യൂമനിസ്റ്റിക് പെർസ്പെക്റ്റീവിൽ നിന്ന് ടോക്ക് ചെയ്തൊരു പെർട്ടിക്കുലർ തിയറിയാണ്. ഹു ഹാസ് ടോൾഡ് ദാറ്റ് നമ്മുടെ എല്ലാവർക്കുമുള്ള ഹ്യൂമൻ നീഡ്സ് ഇസ് ഓർഗനൈസ്ഡ് ഇൻ എ ഹൈറാർക്കി, പ്രോഗ്രസിംഗ് ഫ്രം ഏറ്റവും ബേസിക് ആയിട്ടുള്ള നീഡ്സ് ടു ഹയർ ലെവൽ നീഡ്സ്. ലോവർ നീഡ്സ് സാറ്റിസ്ഫൈഡ് ആയാൽ മാത്രമേ ഹയർ ലെവൽ നീഡ്സിലേക്ക് നമ്മൾ എത്തുള്ളൂ. ഹയസ്റ്റ് ലെവൽ ബീയിങ് ദി സെൽഫ് ആക്ച്വലൈസേഷൻ, വേർ വി ആർ റിയലൈസിംഗ് our own potentials, and lowest level being the physiological needs such as water, food, rest. Okay, on the same note, hierarchy ne patti paranjadonde thanne please do check something called feararchy. Okay, it's a very interesting concept which talks about a hierarchy of our fears. Okay, it's starting from fear of extinction, fear of mutilation, to eventually to the final fear called, or the highest fear called, fear of ego death. നമ്മുടെ ഐഡന്റിറ്റി തന്നെ ഇല്ലാതാവുന്ന ഒരു പെർട്ടിക്കുലർ ഫിയർ ആണ്. എസ്പെഷ്യലി ആ ഒരു പെർട്ടിക്കുലർ ഹൈറാർക്കി is very much related to a lot of traumatic experiences that one may have. So please do check it out. Okay, and then McClelland's theory of needs. ഈ ഒരു theory actually majorly stresses on the idea that motivation is driven by 3 learned implicit needs. നമ്മുടെ ബയോളജിക്കൽ ഡ്രൈവ്സ് അല്ല, റാദർ നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസസും കൾച്ചർ കാരണം നമുക്കുണ്ടാവുന്ന 3 ഇംപ്ലിസിറ്റ് നീഡ്സിനെ പറ്റിയിട്ടാണ് മെക്ലിൻഡന്റെ theory of needs പറയുന്നത്. So it includes need for achievement, need for appreciation, need for power. Please do read it out and elaborate it as well. Okay. The next question is, a tendency in which visual elements which are closer in time and space are grouped together is called. ഏതായിരിക്കും കറക്റ്റ് ആൻസർ? സിമിലാരിറ്റി ആണോ, ക്ലോഷർ ആണോ, കോമൺ ഫേറ്റ് ആണോ, പ്രോക്സിമിറ്റി ആണോ? The correct answer is proximity. So ഇത് ആക്ച്വലി ഒരു ജെസ്റ്റാൾട്ട് പ്രിൻസിപ്പിൾ ആണ്. ജെസ്റ്റാൾട്ട് എന്ന് പറയുന്നത് എന്താണ്? സം ഇസ് ഹോൾ ഗ്രേറ്റർ ദാൻ ദി സം ഓഫ് ഇറ്റ്സ് പാർട്സ്. റൈറ്റ് നൗ എന്നെ നിങ്ങൾ കാണുന്നത് പെർട്ടിക്കുലർ ഇമേജ് കമ്പോസ്ഡ് ഓഫ് ഐസ്, നോസ്, ഇയേഴ്സ്, ഹെയർ, അങ്ങനെ ഒരു ഐഡിയയിലല്ല നിങ്ങൾ കാണുന്നത്. ഒരു പെർട്ടിക്കുലർ ഹോൾ ഇമേജ് ആയിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഞാനും ഈ ഒരു പിങ്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഒരു പെർട്ടിക്കുലർ ഐഡിയ ആണ്. നിങ്ങൾ പിങ്ക് ബാക്ക്ഗ്രൗണ്ട് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ പിങ്ക് ബാക്ക്ഗ്രൗണ്ട് ബിക്കംസ് ദി figure as well as I will become the background. അതേ സമയത്ത് if you focus on me, I become the figure and the rest part of it becomes the background. So ആ ഒരു idea wherein how we form our perception, how we form the entire idea of wholeness അല്ലെങ്കിൽ awareness of our environment is actually emphasized or explained by something called Gestalt psychology. അപ്പോൾ അതിനകത്ത് ഒരു പ്രിൻസിപ്പിൾ ഓഫ് പെർസെപ്ഷൻ ആണ് പ്രോക്സിമിറ്റി എന്ന് പറയുന്നത്. സിമിലാരിറ്റി എന്ന് പറഞ്ഞാൽ സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്ത് നമ്മൾ സിമിലാരിറ്റി നമുക്ക് ഒരു ടെൻഡൻസി ഉണ്ട്, ബിക്കോസ് ദി വേൾഡ് അറൗണ്ട് us is very, how do we say, very uncertain, right? So to tackle this uncertainty, we have the idea of finding similarity even in the most random events happening around. So that particular principle is called similarity. Closure എന്ന് പറയുന്നത് വളരെ diffused എന്നല്ല, വളരെ merged അല്ലാത്ത ഐറ്റംസ് അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഐറ്റംസിൽ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഫിഗേഴ്സ് നമ്മൾ കാണുമ്പോൾ there's high tendency for us to make it into forms by closing its incompleted gaps. Okay, so that particular idea is called the principle of closure. അതുപോലെ തന്നെയാണ് വേറൊരു പ്രിൻസിപ്പിൾ ആണ് കോമൺ ഫേറ്റ്. For this particular answer, the correct answer is proximity. Next question is, meditation as a state of mind can be achieved by the combined effect of dharana, vyasana, dhyana, jugupsa, samadhi. ഏതാണ് ഇന്നത്തെ കറക്റ്റ് ആൻസർ? ആ ഒരു പെർട്ടിക്കുലർ കറക്റ്റ് ഓപ്ഷൻസ് ഏതൊക്കെയാണ്? The correct option is option 4, which includes dharana, dhyana and samadhi. So ധാരണ എന്ന് പറയുന്നത് ഒരു കോൺസെൻട്രേഷൻ പോയിന്റ്. ഇത് ഇന്ത്യൻ സൈക്കോളജിയുടെ അടിയിൽ വരുന്ന ഒരു പെർട്ടിക്കുലർ കോൺസെപ്റ്റ് ആണ്. സോ ധാരണ എന്ന് പറയുന്നത് കോൺസെപ്റ്റ് ഒരു കോൺസെൻട്രേഷൻ ആണ്. നമ്മളൊരു പെർട്ടിക്കുലർ കാര്യത്തിലേക്ക് നമ്മുടെ അറ്റൻഷൻ ഫിക്സ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ഐഡിയനെയാണ് ധാരണ എന്ന് പറയുന്നത്. കുറച്ചും കൂടെ ഹയർ ലെവലാണ് വെരിൻ കോൺസെൻട്രേഷൻ ബിക്കംസ് അൺഇൻട്രപ്റ്റഡ്. ആ ഒരു ഐഡിയനെയാണ് മെഡിറ്റേഷൻ അല്ലെങ്കിൽ ധ്യാന എന്ന് പറയുന്നത്. സമാധി എന്ന് പറയുന്നത് ഒരു അബ്സോർപ്ഷൻ, കുറച്ച് ഹയർ ദാൻ ധ്യാനയാണ്. ദി അൾട്ടിമേറ്റ് സ്റ്റേറ്റ് ഓഫ് മെഡിറ്റേഷൻ എന്നൊക്കെ നമുക്ക് സമാധിനെ പറ്റി പറയാം.
പറയാം, ഒരു absorption of everything around you or union of everything around you. And here all these threes together can be called sanyama എന്ന് പറയാം. So these are the higher states of yoga. Vyasana and jugupsa are not associated with meditation in that particular state, wherein vyasana means subconscious ആയിട്ടുള്ള impressions, desires നെയാണ് പറയുന്നത്. ഇത് ആക്ച്വലി നമ്മുടെ മെഡിറ്റേഷനെ ഡിസ്ട്രാക്ട് ചെയ്യാനുള്ള ഫാക്ടറാണ് rather than supporting it. അതുപോലെ ജുഗുപ്സ എന്ന് പറയുന്നതും ഒരു അവേർഷൻ അല്ലെങ്കിൽ ഡിസ്കസ്റ്റ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഇമോഷനെ സിഗ്നിഫൈ ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ആസ്പെക്ട് ആണ്. അതൊരു മെഡിറ്റേറ്റീവ് വെയിലല്ല. ഓക്കെ, സോ അതുകൊണ്ട് നമ്മൾ ACE ഓപ്ഷൻസ് ആണ് ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ സെലക്ട് ചെയ്യുന്നത്. The next question is the correct sequence of elements of observational learning is motivation, attention, observation, reproduction and retention. Illathe edaയിരിക്കും correct order? The correct order is CBDDA. C എന്ന് പറയുന്നത് starts with observation, attention, then retention, then reproduction and finally motivation. So observation learning എന്ന് പറയുന്നത് തന്നെ ആൽബർട്ട് ബെൻഡൂരയുടെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലേണിംഗ് തിയറിയാണ്. എനിക്ക് സോഷ്യോ കോഗ്നിറ്റീവ് ലേണിംഗ് തിയറി എന്നാണ് പറയുന്നത്. വൈ ഇസ് ഇറ്റ് ദി വേർഡ്സ് അതൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. സോഷ്യോ കോഗ്നിറ്റീവ്, ദ ലോട്ട് ഓഫ് സോഷ്യൽ ഡിറ്റർമിനൻസ് ഇൻ ടു ദിസ് പെർട്ടിക്കുലർ ലേണിംഗ് ആസ് വെൽ ആസ് എ ലോട്ട് ഓഫ് കോഗ്നിറ്റീവ് എലമെന്റ്സ് ആസ് വെൽ. ഓക്കെ, സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്കിത് കാണാൻ പറ്റുന്ന വളരെ കുഞ്ഞു കുട്ടികളിലൊക്കെ ഇത് എവിഡന്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. എങ്ങനെയാണ് പ്രിറ്റൻഡ് പ്ലേ എന്ന് പറയുന്ന ഒരു ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺ ആണ്. പ്രിറ്റൻഡ് പ്ലേ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലേ, ഡോക്ടർ കളിക്കുന്നത്, അല്ലെങ്കിൽ കിച്ചണിൽ കുറെ ഫുഡ് ഉണ്ടാക്കി വെച്ച് കുട്ടികൾ കളിക്കുന്നത് കാണാം, അങ്ങനത്തെ ഐറ്റംസ് വെച്ച് കളിക്കുന്നത് കാണാം. അല്ലെങ്കിൽ ഫാദർ മദറായിട്ട് അവര് ആക്ട് ചെയ്ത് ഡ്രസ് ചെയ്ത് കളിക്കുന്ന ഇവന്റ്സ് ആയിരിക്കാം. സോ അതിനെ ആ ഒരു പെർട്ടിക്കുലർ ഗെയിംസിനെയൊക്കെയാണ് പ്രിറ്റൻഡ് പ്ലേ എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺ തന്നെയാണ്. ഇറ്റ് സിഗ്നിഫൈസ് ദാറ്റ് ദിസ് ചൈൽഡ് is able to actually engage in an efficient observation learning. So observation learning നടക്കണമെങ്കിൽ തന്നെ നമ്മളൊരു കാര്യം കണ്ടുകൊണ്ട് പഠിക്കണമെങ്കിൽ അത് ഏറ്റവും കൂടുതലും എല്ലാ മോഡൽസും നമ്മൾ കണ്ടുപിടിക്കും കേട്ടോ. പോസിറ്റീവും നെഗറ്റീവും മോഡൽസും കണ്ടുപിടിക്കും. അല്ലാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒബ്സർവേഷൻ ലേണിംഗ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ ഇറ്റ് ഇൻക്ലൂഡ്സ് ഡെഫിനറ്റ്ലി a model to be observed. It can be ആൽബർട്ട് ബെൻഡൂരയിലെ ആ ഒരു പെർട്ടിക്കുലർ ബോബർ ഡോളിനോട് ആ ഒരു വീഡിയോയിലുള്ള ഇൻഡിവിജ്വൽ ബിഹേവ് ചെയ്യുന്നത് ഒബ്സർവ് ചെയ്തിട്ടാണ് പാർട്ടിസിപ്പൻസ് വളരെ അഗ്രസീവ് ആയിട്ടോ അല്ലെങ്കിൽ വളരെ കാം ആയിട്ടോ ആ ഡോളിനടുത്ത് റിയൽ ടൈമിൽ അവര് ബിഹേവ് ചെയ്തിരുന്നത്. സോ ഡെഫിനറ്റ്ലി ദർ ഷുഡ് ബി എ മോഡൽ. ആ മോഡലിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ when it comes to observation learning. Please do read it out. മോഡലിന്റെ ഏജ്, മോഡലിന്റെ ഫിസിക്കൽ അപ്പിയറൻസ്, മോഡലിന്റെ കോഗ്നിറ്റീവ് ആയിട്ടുള്ള എബിലിറ്റീസ്, അങ്ങനെ കുറെ ഡിഫറെന്റ് ഫാക്ടേഴ്സ് ഉണ്ട് when it comes to the observation learning aspect of it. So the first step in observation learning is definitely observation. നമ്മൾ ഒരു പെർട്ടിക്കുലർ മോഡലിനെ കാണുന്നു എന്നുള്ളതാണ്. കണ്ടാൽ മാത്രം പോലല്ലോ, നമ്മൾ ആ പെർട്ടിക്കുലർ മോഡലിനെ വളരെ കാര്യമായിട്ട് അറ്റൻഡ് ചെയ്യണം അല്ലേ. എന്നാലല്ലേ നമുക്കത് മെമ്മറിയിൽ സ്റ്റോറേജ് ചെയ്യാൻ പറ്റുള്ളൂ. മെമ്മറി എന്ന് പറയുന്ന പ്രോസസ്സിന്റെ തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് മെമ്മറി എന്ന് പറയുന്നത് തന്നെ എൻകോഡിംഗ് ആണ്. ആ ഒരു ഇൻഫർമേഷൻ നമ്മൾ നമ്മുടെ ബ്രെയിൻ റിസർവ് അല്ലെങ്കിൽ കോഗ്നിറ്റീവ് റിസർവിലേക്ക് ആഡ് ചെയ്യണം. ആഡ് ചെയ്യുന്ന പ്രോസസ്സാണ് അറ്റൻഷൻ. ഒരു പെർട്ടിക്കുലർ മോഡലിൽ നമ്മൾ കാണുന്നു, വളരെ കാര്യമായി നമ്മൾ നമ്മുടെ കോഗ്നിറ്റീവ് റിസോഴ്സസ് ഉപയോഗിച്ച് അറ്റൻഡ് ചെയ്യുന്നു ആ ഒരു പെർട്ടിക്കുലർ തിയറി. സോ ഈ ഒരു ഓപ്ഷൻസിലുണ്ടല്ലോ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക. ഈ ഒരു ഓപ്ഷൻസിൽ നമുക്ക് പല രീതിയിൽ ഡൈവേർട്ട് ചെയ്യാം. അറ്റൻഷന്റെ തിയറീസ് നമുക്ക് എടുത്ത് നോക്കാം, റിട്ടൻഷന്റെ തിയറീസ് എടുത്ത് നോക്കാം, മോട്ടിവേഷന്റെ പല തിയറീസ് എടുത്ത് നോക്കാം. സോ അങ്ങനെ പഠിക്കുക. ഒരു ഓപ്ഷൻ കാണുമ്പോൾ അതിൽ തന്നെ സ്റ്റക്കായി നിൽക്കാതെ അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ചോദ്യത്തിൽ മാത്രം നിന്ന് കളിക്കാതെ പ്ലീസ് ഡു അണ്ടർസ്റ്റാൻഡ് ദി ഡിഫറെന്റ് ആസ്പെക്ട്സ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ നമ്മളിവിടെ ആദ്യം ഒരു മോഡലിനെ കാണുന്നു, ഒബ്സർവ് ചെയ്ത് അറ്റൻഷൻ കൊടുക്കും. അറ്റൻഷൻ്റെതായ പല തിയറികളുണ്ട്, ഓർത്തെടുക്കാൻ ശ്രമിക്കുക. അറ്റൻഷൻ ചെയ്തതിന് ശേഷം നമ്മൾ അറ്റൻഡ് ചെയ്തു ആ ഇൻഫർമേഷൻ. ഇനി നമ്മൾ ആ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യണം. ഓക്കെ, അതാണ് റിട്ടൻഷൻ എന്ന് പറയുന്നത്. മെമ്മറിയുടെ പല തിയറീസ് ഉണ്ട്. നമ്മൾ എങ്ങനെയാണ് ഒരു ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നത്. സെൻസറി മെമ്മറി, ഷോർട്ട് ടേം മെമ്മറി, ലോങ് ടേം മെമ്മറി. ലോങ് ടേം മെമ്മറിയിൽ തന്നെ പല ടൈപ്പുകൾ, ഷോർട്ട് ടേം മെമ്മറിയിൽ തന്നെ വർക്കിംഗ് മെമ്മറിക്കകത്ത് തന്നെ പല ടൈപ്പുകൾ. അങ്ങനെ കുറെ ഡിഫറെന്റ് വേസ് ഓഫ് സീയിങ് റിട്ടൻഷൻ തന്നെയുണ്ട്. സോ ഇൻഫർമേഷൻ നമ്മൾ റിട്ടേൺ ചെയ്യുന്നു. ഇൻഫർമേഷൻ റിട്ടേൺ ചെയ്താൽ മാത്രം പോരല്ലോ, ഏത് സമയത്താണോ നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ആക്ടിൽ ഇൻവോൾവ് ആവുന്നത്, ലെറ്റ്സ് സേ നമുക്ക് അത് എപ്പോഴെങ്കിലും ഒരു സാഹചര്യത്തിൽ ആ ബിഹേവിയർ കാണിക്കണം. ആ ഒരു സമയത്താണ് നമ്മുടെ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ആ ഒരു ബിഹേവിയർ
നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി പുറമേ കാണിക്കുന്നു. ഓക്കെ, ഇപ്പം ഒരു പെർട്ടിക്കുലർ മോഡൽ പ്രൈസ് കിട്ടി ബിക്കോസ് ദേ വർ സിറ്റിംഗ് വെരി കാംലി ഇൻ എ ക്ലാസ്. അത് കാരണം പ്രൈസോ അല്ലെങ്കിൽ ചോക്ലേറ്റോ എന്തോ കിട്ടി. അതാണ് ആ കുട്ടി കണ്ടു വളരുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഒരു പെർട്ടിക്കുലർ കുട്ടി വുഡ് ഇൻവോൾവ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ ബിഹേവിയർ ആൻഡ് വുഡ് റീപ്രൊഡ്യൂസ് ദാറ്റ് ബിഹേവിയർ ഇൻ ദി ഗിവൻ ടൈം. അപ്പൊ ആ ഒരു പെർട്ടിക്കുലർ പ്രോസസ്സിനെയാണ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി ദി മോട്ടിവേഷൻ ടു എൻഗേജ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ ബിഹേവിയർ. സോ അതുകൊണ്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ ഓപ്ഷൻ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. Okay, so observation, you're watching a particular model, then you're focusing on that particular model would be attention, then you're remembering that particular behavior would be retention, you're imitating that particular behavior given a particular instance, that is called reproduction, and finally you're wanting to do that particular behavior, that is called motivation in the word. Okay, the next question is, arrange the following stages of group creativity in the order of their occurrence, which include brainstorming, confrontation of a problem, idea finding, group interaction, solution finding. ഏതായിരിക്കും the correct order? Correct order is BADCE, which includes confrontation of the problem, brainstorming, group interaction, idea finding and solution finding. എങ്ങനെയാണ് നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ ഓപ്ഷനിലേക്ക് എത്തിയത് നമുക്ക് നോക്കാം. So group creativity അല്ലെ, creativity as an individualistic aspect നമുക്കൊരു ഡിഫറെന്റ് പല സ്റ്റേജസ് ഉണ്ട്, which includes incubation, problem verification, കുറെ ഡിഫറെന്റ് സ്റ്റേജസ്. അല്ലാതെ നമ്മളൊരു ക്രിയേറ്റിവിറ്റിന്റെ സെപ്പറേറ്റ് കോൺസെപ്റ്റ് ആയിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ സ്റ്റേജസ് ഉണ്ട്. ഇവിടെ ഗ്രൂപ്പ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുമ്പോൾ ലോട്ട് ഓഫ് പീപ്പിൾ ആർ ഇൻവോൾവ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ ഐഡിയ. അറ്റ് എ ടൈം ലോട്ട് ഓഫ് പീപ്പിൾ ആർ ഇൻവോൾവ്. അങ്ങനെ ഒരു സ്റ്റേജ് കേസിൽ എങ്ങനെയാണ് ക്രിയേറ്റീവ് ആയിട്ടുള്ള തിങ്കിങ് എന്ന് പറയുന്നത് ഡൈവേർജന്റ് ആയിട്ടുള്ള തിങ്കിങ്. there are two types of thinking in that particular aspect, convergent, divergent. കൺവേർജന്റ് തിങ്കിങ് എന്ന് പറയുന്നത് പല ഐഡിയാസിൽ നിന്ന് ഒരു സൊല്യൂഷനിലേക്ക് എത്തുന്നതാണ് കൺവേർജന്റ് തിങ്കിങ്. ഡൈവേർജന്റ് തിങ്കിങ് എന്ന് പറയുന്നത് ഒരു പോയിന്റിൽ നിന്ന് പല ഐഡിയാസിലേക്ക് പോകുന്നതാണ് ഡൈവേർജന്റ് തിങ്കിങ് എന്ന് പറയുന്നത്. സോ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റിവിറ്റി സ്റ്റേജിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ക്രിയേറ്റീവ് ഐഡിയയിലേക്ക് എത്തുന്നത്? സോ ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് കൺഫ്രണ്ടേഷൻ ഓഫ് ദ പ്രോബ്ലം തന്നെയാണ്. എന്താണ് നമ്മുടെ മുന്നിലുള്ള പ്രശ്നം, എന്താണ് നമുക്ക് ആക്ച്വലി ഡിഫൈൻ ചെയ്യേണ്ടത്, എന്താണ് ക്ലാരിഫൈ ചെയ്യേണ്ടത്, എന്താണ് ആ പെർട്ടിക്കുലർ ഐഡിയയിലുള്ള കൺസ്ട്രെയിൻസ്, എന്താണ് ഐഡിയയിൽ നിന്ന് വേണ്ടത്, ഡിസൈഡ് ആയിട്ടുള്ള ഔട്ട്കം. സോ ആ ഐഡന്റിഫിക്കേഷനെയാണ് കൺഫ്രണ്ടേഷൻ ഓഫ് ദ പ്രോബ്ലം എന്ന് പറയുന്നത്. സോ ദാറ്റ് ഇസ് ദി ഫസ്റ്റ് സ്റ്റെപ്പ്. ദെൻ കംസ് ബ്രെയിൻ സ്റ്റോമിംഗ്. പല ആൾക്കാരുണ്ട്, കുറെ ആൾക്കാർ ആ ഒരു പെർട്ടിക്കുലർ എൻവയറമെന്റിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ മെമ്പേഴ്സ് ഒക്കെ വളരെ ഫ്രീ ഫ്ലോയിങ് ആയിട്ടുള്ള ഫ്രീലി തിങ്ക് ചെയ്തുകൊണ്ട് ഒറിജിനൽ ആയിട്ടുള്ള ഐഡിയാസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ സ്റ്റേജിനെയാണ് ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ഇവാലുവേറ്റീവ് കോമ്പണന്റ് ഒന്നും ഇല്ല, ബട്ട് റാദർ ക്വാണ്ടിറ്റിയാണ് നോക്കുന്നത്. റാദർ ദാൻ ക്വാളിറ്റി ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ക്രിയേറ്റീവ് സൊല്യൂഷൻ നമ്മൾ വളരെ ഫ്രീ ഫ്ലോഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിനെയാണ് ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്നത്. ലെറ്റ്സ് സേ ഒരു പെന്ന് കൊണ്ട് എന്തൊക്കെയാണ് യൂസസ് എന്ന് പറഞ്ഞാൽ റൈറ്റിംഗ് മാത്രമല്ല, നമുക്ക് ഇതൊക്കെ ചിന്തിക്കാൻ പറ്റും. അതുപോലെ ഫ്രീ ഫ്ലോയിങ് ആയിട്ടുള്ള ഒരു പെർട്ടിക്കുലർ പ്രൊസീജിയറിനെയാണ് ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്നത്. Then comes group interaction. Group interaction group members are ഓരോ ideas that were developed through brainstorming കുറച്ച് ഡിസ്കസ് ചെയ്ത് ബിൽഡ് ഓൺ ആക്കി റിഫൈൻ ആക്കി ഒരു സ്ട്രെങ്തൻഡ് ആയിട്ടുള്ള ഒരു ക്രിയേറ്റീവ് ഔട്ട്പുട്ട് ഉണ്ടാക്കുന്ന ഒരു പെർട്ടിക്കുലർ പ്രോസസ്സിനെയാണ് ഗ്രൂപ്പ് ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. Then comes idea defining. അതായത് ഒരു ഗ്രൂപ്പ് ബ്രെയിൻ സ്റ്റോം ചെയ്ത് റിഫൈൻ ചെയ്ത് ഒരു സ്ട്രെങ്തൻഡ് ആയിട്ടുള്ള ഒരു ക്രിയേറ്റീവ് ഔട്ട്പുട്ടിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഇത് കുറച്ചുകൂടെ കൺവേർഷൻ പോയിന്റിലേക്ക് എത്തുന്ന ഒരു സ്റ്റേജ് ആണ്. വേറെ എന്താണോ ക്രിയേറ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻ ഗ്രൂപ്പ് ഡിസ്കസ് ചെയ്തത് അത് കുറച്ചുകൂടി സെലക്ട് ചെയ്ത് റിഫൈൻ ചെയ്ത് ഫീസിബിലിറ്റി നോക്കി യൂസ്ഫുൾനെസ്സും ഒറിജിനാലിറ്റി നോക്കി ഒരു ഐഡിയയിലേക്ക് എത്തുന്ന ഒരു പ്രൊസീജിയറിനെയാണ് ഐഡിയ ഫൈൻഡിങ് എന്ന് പറയുന്നത്. ദെൻ കംസ് സൊല്യൂഷൻ ഫൈൻഡിങ്. ഫൈനലി ദ ഗ്രൂപ്പ് കംസ് ടു എ വെരി കോൺക്രീറ്റ് പ്രാക്ടിക്കൽ സൊല്യൂഷൻ. സൊല്യൂഷൻ മാത്രമല്ല അതെങ്ങനെ അത് ഇംപ്ലിമെന്റ് ചെയ്യാം, എങ്ങനെ അത് ടെസ്റ്റ് ചെയ്യാം, എങ്ങനെ റിവൈസ് ചെയ്യാം, ഇനി റിവിഷൻ വേണ്ടെങ്കിൽ അതെങ്ങനെ ഇംപ്ലൈ ചെയ്ത് നോക്കാൻ പല സ്ഥലത്ത്, അങ്ങനെയൊക്കെയുള്ളൊരു പ്രൊസീജിയറിനെയാണ് സൊല്യൂഷൻ ഫൈൻഡിങ് എന്ന് പറയുന്നത്. സോ ഗ്രൂപ്പ് ക്രിയേറ്റിവിറ്റിയുടെ സ്റ്റേജസ് ഇൻക്ലൂഡ് confrontation of a problem, brainstorming, group interaction, idea finding as well as solution finding. I hope it's clear. Okay, so ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ള പോയിന്റ്സ് പ്ലീസ് ഡു ചെക്ക് ഇറ്റ് ഔട്ട്. എന്ത് നമ്മൾ പറഞ്ഞാലും ഏതൊക്കെ പോയിന്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്താലും ലോഡ് ഓഫ് എഫേർട്ട് കംസ് ഫ്രം യുവർ പാർട്ട്. ആൻഡ് നമ്മൾ നേരത്തെ ഒരു ഒബ്സർവേഷൻ ലേണിംഗിൽ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടതുപോലെ തന്നെ ഇതൊരു
ചെറിയ കാര്യമായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ചെറിയൊരു പോയിന്റിൽ അല്ലെങ്കിൽ വളരെ സർഫസ് ലെവലിൽ മാത്രം കാണാതിരിക്കുക. ഒബ്സർവേഷൻ ലേണിംഗിൽ നമ്മൾ കണ്ടിരുന്നു ഒരു പെർട്ടിക്കുലർ ഓപ്ഷൻ തന്നെ പല ഡിഫറെന്റ് തിയറീസ് ആണ് സജസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ പല ഡിഫറെന്റ് തിയറീസ് നോക്കുക, ആ തിയറീസിലുള്ള എന്തുകൊണ്ട് ഒരു തിയറി മറ്റൊരു തിയറിയെക്കാട്ടി ബെറ്റർ ആവുന്നതെന്ന് നോക്കുക, ആ തിയറികളിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ഒരു കോൺട്രിബ്യൂഷൻ ഇടാൻ പറ്റുന്നതെന്നും കൂടെ ഒന്ന് ആലോചിക്കുക. എങ്ങനെ ഒരു തിയറീനെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും, എങ്ങനെ ഒരു തിയറി നിങ്ങൾക്കൊന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യാമെന്നും കൂടെ ആലോചിക്കുക. സോ അങ്ങനെ ചെയ്താൽ മാത്രമേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കുറച്ചും കൂടെ സ്റ്റിഫായിട്ട് ബ്രെയിനിൽ നിൽക്കാൻ സാധ്യതയുള്ളൂ. സോ പ്രിപ്പയർ വെൽ ഇൻ ദാറ്റ് പെർട്ടിക്കുലർ ആസ്പെക്ട്. ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.